നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കുവൈറ്റിൽ ജോബ് വിസകൾ കിട്ടാൻ പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവർ പുതിയ മാർഗനിർദ്ദേശങ്ങൾ പ്രഖ്യാപിച്ചു. PAM ഡയറക്ടർ മൻസൂഖ് അൽ ഉദൈബിയാണ് ഇതുമായി ബന്ധപ്പെട്ട സർക്കുലർ പുറപ്പെടുവിച്ചത്. രാജ്യത്തേക്ക് എഞ്ചിനീയറിംഗ് വിസകൾ കിട്ടുന്നതിനും ഈ മേഖലയിൽ വർക്ക് പെർമിറ്റ് പുതുക്കുന്നതിനുമാണ് പുതിയ മാനദണ്ഡങ്ങൾ പുറത്തിറക്കിയിരിക്കുന്നത്. എഞ്ചിനീയറിംഗ് പ്രൊഫഷണലുകളുടെ അംഗീകാരം വ്യവസ്ഥാപിതമാക്കുന്നതിനും ഈ മേഖലയിലെ തട്ടിപ്പുകൾ തടയുന്നതിനും ലക്ഷ്യമിട്ടുള്ളതാണ് പുതിയ മാർഗനിർദ്ദേശങ്ങൾ. പുതിയ സർക്കുലർ പ്രകാരം കുവൈറ്റിൽ എഞ്ചിനീയറിംഗ് വർക്ക് പെർമിറ്റുകൾക്ക് യോഗ്യത നേടുന്നതിന് അപേക്ഷകർ ചില വ്യവസ്ഥകൾ പാലിക്കണം. ഇവ എന്തൊക്കെയാണെന്ന് നോക്കാം. അംഗീകൃത ബിരുദധാരികളായിരിക്കണം. എഞ്ചിനീയർമാർ തങ്ങളുടെ യോഗ്യതകൾക്ക് തുല്യതാ സർട്ടിഫിക്കറ്റ് നേടിയിരിക്കണം എന്നതാണ് നിബന്ധനകളിൽ അടുത്തത്. കുവൈറ്റിലെ സർക്കാർ അല്ലെങ്കിൽ സ്വകാര്യ സർവകലാശാലകളിൽ നിന്ന് എഞ്ചിനീയറിംഗ് സയൻസസ് അല്ലെങ്കിൽ ആർക്കിടെക്ചർ എന്നിവയിലുള്ള ബിരുദമുണ്ടായിരിക്കണം. എന്നാൽ കുവൈറ്റിന് പുറത്തുള്ള സർവകലാശാലയിൽ നിന്നുള്ളതാണ് ബിരുദമെങ്കിൽ കുവൈറ്റ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയത്തിൽ നിന്ന് അവരുടെ യോഗ്യതകൾക്കുള്ള തുല്യതാ സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കണം. നിലവിൽ എഞ്ചിനീയറിംഗ് മേഖലയിൽ ജോലി ചെയ്യുന്ന പ്രൊഫഷണലുകളിൽ 2024 സെപ്റ്റംബർ 8 മുതൽ പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവറിന്റെ സിസ്റ്റത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എഞ്ചിനീയർമാർക്ക് അവരുടെ വർക്ക് പെർമിറ്റുകൾ പുതുക്കാനോ കൈമാറ്റം ചെയ്യാനോ കഴിയും. യോഗ്യതാ നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായ രേഖകളും സർട്ടിഫിക്കറ്റുകളും ഹാജരാക്കുന്നതുവരെ അവരുടെ തൊഴിൽ താൽക്കാലികമായാണ് രജിസ്റ്റർ ചെയ്യുക. അവ സമർപ്പിക്കുന്ന മുറയ്ക്ക് രജിസ്ട്രേഷൻ സ്ഥിരപ്പെടുത്തും. എന്നാൽ രാജ്യത്തേക്ക് പുതുതായി ജോലിയിൽ പ്രവേശിക്കുന്ന എഞ്ചിനീയർമാർ ബന്ധപ്പെട്ട കമ്മിറ്റിയിൽ നിന്ന് പ്രാഥമിക അംഗീകാരം നേടിയിരിക്കണം. തുല്യതാ പ്രക്രിയ പൂർത്തിയാക്കുന്ന അവർക്ക് 2 വർഷം വരെ താൽക്കാലിക രജിസ്ട്രേഷൻ കിട്ടും. ഈ കാലയളവിൽ യോഗ്യതകൾ പ്രാഥമികമായി അംഗീകരിക്കപ്പെടാത്ത എഞ്ചിനീയർമാർക്ക് വേണമെങ്കിൽ ഇതര പ്രൊഫഷനുകളിലേക്ക് മാറാൻ അവസരമുണ്ട്. അഥവാ താൽക്കാലിക കാലാവധി കഴിഞ്ഞ ശേഷമാണ് ഈ യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ കിട്ടുന്നതെങ്കിൽ വീണ്ടും അപേക്ഷ സമർപ്പിക്കാനാവും. സ്വകാര്യ മേഖലയിലേക്ക് മാറുന്ന സർക്കാർ ജീവനക്കാർ ഒരു എഞ്ചിനീയറിംഗ് തൊഴിലിൽ മുൻകൂർ രജിസ്ട്രേഷൻ നടത്തിയിട്ടുണ്ടെന്ന് സ്ഥിരീകരിക്കുന്ന സിവിൽ സർവീസ് ബ്യൂറോയിൽ നിന്നുള്ള യഥാർത്ഥ സർട്ടിഫിക്കറ്റ് നൽകണം. എങ്കിൽ മാത്രമേ ജോലി മാറ്റം സാധ്യമാവുകയുള്ളൂ. പുതിയ തീരുമാനപ്രകാരം സന്ദർശന വിസയിൽ കുവൈറ്റിലെത്തിയ ശേഷം സ്വകാര്യ മേഖലയിലെ എഞ്ചിനീയറിംഗ് റോളുകളിലേക്ക് മാറുന്ന കുടുംബാംഗങ്ങൾ, ബിസിനസ് പങ്കാളികൾ, വ്യക്തികൾ എന്നിവർ താൽക്കാലിക രജിസ്ട്രേഷൻ അപേക്ഷിക്കാൻ നിശ്ചിത സമയപരിധിക്കുള്ളിൽ തുല്യതാ പ്രക്രിയ പൂർത്തിയാക്കുന്നതിൽ പരാജയപ്പെടുന്നത് തൊഴിലാളികളെ എഞ്ചിനീയറിംഗ് ജോലികളിൽ നിന്ന് മാറ്റി ഇതര പ്രൊഫഷനുകളിലേക്ക് പുനർവിന്യസിക്കും. കുവൈറ്റിലെ സ്വകാര്യ മേഖലയിലെ എഞ്ചിനീയറിംഗ് പ്രൊഫഷനുകളുടെ നിലവാരവും സമഗ്രതയും മെച്ചപ്പെടുത്തുന്നതിനാണ് ഈ നടപടികൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്ന് അധികൃതർ അറിയിച്ചു. അതേസമയം UAEക്കും സൗദിക്കും പിന്നാലെ ദീർഘകാല റെസിഡൻസി വിസ അനുവദിക്കുന്നത് കുവൈറ്റിന്റെ പരിഗണനയിലാണ്. ഏകദേശം 10 മുതൽ 15 വർഷത്തേക്കുള്ള റെസിഡൻസി വിസ അനുവദിക്കുന്നത് പരിഗണനയിലാണ്. UAE ഗോൾഡൻ വിസ, സൗദി പ്രീമിയം റെസിഡൻസി എന്നീ മാതൃകയിലാണ് കുവൈറ്റ് പുതിയ ദീർഘകാല റെസിഡൻസി വിസ പരിഗണിക്കുന്നത്. രാജ്യത്തേക്ക് നിക്ഷേപകരെയും വിദഗ്ധരെയും ആകർഷിക്കുന്നതിന് വേണ്ടിയാണ് ഈ പുതിയ നീക്കം. അടുത്തിടെ 60 വർഷമായി രാജ്യത്ത് നിലനിന്ന് പോന്നിരുന്ന റെസിഡൻസി നിയമം കുവൈറ്റ് പൊളിച്ചെഴുതിയിരുന്നു. ഈ പരിഷ്കരിച്ച വിസ നിയമത്തിൽ തന്നെയാണ് ഇത് സംബന്ധിച്ച സൂചനയുള്ളത്. പുതിയ നിയമങ്ങൾ കുവൈറ്റിന്റെ വിസ വെബ്സൈറ്റുകളിൽ ലഭ്യമാകുമെന്ന് റെസിഡൻസി ആൻഡ് സിറ്റിസൺഷിപ്പ് ജനറൽ അലി അൽ അദ്വാനി അറിയിച്ചിരുന്നു.